നമസ്കാരം. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനും എതിരെയുള്ള വിജിലൻസ് കോടതിയുടെ വിധി വരുന്ന ദിവസം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗൾഫിലേക്ക് പറന്നിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ന് വെളുപ്പിന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ഗൾഫിലേക്ക് പറന്നിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ കൂടെ ആരൊക്കെയാണ് അനുഗമിച്ചിരിക്കുന്നത് എന്ന് ഇപ്പോഴും പൂർണ്ണമായും വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകൾ വീണ വിജയനുമെല്ലാം മുഖ്യമന്ത്രിക്കൊപ്പം യാത്ര ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള വിശദമായ വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമായിട്ടില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ കേന്ദ്ര സർക്കാരിന് മുഖ്യമന്ത്രിയുടെ ഈ സന്ദർശനത്തിന് കാര്യമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പുറത്തറിയുന്ന വിവരം. എന്നാൽ ഇത് തീർത്തും വ്യക്തിപരമായ സന്ദർശനത്തിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി ഗൾഫിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് അറിയിപ്പ് കിട്ടിയിരിക്കുന്നത്. സാധാരണഗതിയിൽ മുഖ്യമന്ത്രി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അത് ഔദ്യോഗിക കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പത്രക്കുറിപ്പ് ഇറക്കാറുണ്ട്. എന്നാൽ തികച്ചും സ്വകാര്യ സന്ദർശനമാണ് ഈ യാത്രയുടെ ഉദ്ദേശം എന്നുള്ളതിനാൽ മുഖ്യമന്ത്രിയുടെ പത്രക്കുറിപ്പ് ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതല പകരം ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതല്ലാതെ മുഖ്യമന്ത്രി ഒരാഴ്ച കാലത്തേക്ക് ഓഫീസിൽ ഉണ്ടാകും എന്നല്ലാതെ മറ്റു വിവരങ്ങളൊന്നും ഇപ്പോൾ പുറത്ത് ലഭ്യമല്ല. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരെ മാത്യു കുഴൽനാടൻ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരുന്ന കേസിന്റെ വിധി ഇന്ന് വരുന്ന ദിവസം തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ കരിമണൽ ഖനന കമ്പനിയായ CMRൽ നിന്ന് 1,72,00,000 രൂപ മാസപ്പടി കൈപ്പറ്റി എന്നുള്ള ഈ കേസ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് MLA മാത്യു കുഴൽനാടൻ സമർപ്പിച്ചിരുന്ന ഹർജിയിന്മേൽ ഇന്നാണ് വിജിലൻസ് കോടതിയുടെ വിധി വരുന്ന ദിവസം. വിധി വരുന്ന ദിവസം തന്നെയാണ് മുഖ്യമന്ത്രി ഗൾഫിലേക്ക് പറന്നിരിക്കുന്നത് എന്നുള്ളത് ഏറെ ദുരൂഹത ഉണർത്തുന്ന കാര്യം തന്നെയാണ് എന്നാണ് നിയമവൃത്തങ്ങളും രാഷ്ട്രീയ വൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രിക്കൊപ്പം വീണ വിജയൻ യാത്ര ചെയ്യുന്നുണ്ടോ എന്നുള്ള വിവരങ്ങളൊന്നും ഇതുവരെയും ലഭ്യമല്ല. മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് തായ്ക്കണ്ടി ഗൾഫിലാണുള്ളത്. മകനെ സന്ദർശിക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ അങ്ങോട്ട് പോയിരിക്കുന്നത് എന്നുള്ളതാണ് പുറത്തറിയുന്ന വിവരം. എന്നാൽ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ മാത്യു കുഴൽനാടൻ സമർപ്പിച്ചിരുന്ന ഹർജിയിൽ മുഖ്യമന്ത്രിക്ക് CMRL എന്ന കമ്പനിക്ക് വേണ്ടി കരിമണൽ ഖനനത്തിന് മുഖ്യമന്ത്രി വഴിവിട്ട സഹായങ്ങൾ CMRL നൽകി എന്ന് പറയുന്ന രേഖകൾ ഒന്നും തന്നെ, മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ പങ്കുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകൾ ഒന്നും തന്നെ മാത്യു കുഴൽനാടന് നൽകാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. അതേ തുടർന്ന് മാത്യു കുഴൽനാടൻ്റെ അഭിഭാഷകൻ 5 നിർണായകമായ തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഈ തെളിവുകളും മുഖ്യമന്ത്രി വഴിവിട്ട് CMRLന് ഖനനാനുമതി കൊടുത്തു എന്ന് തെളിയിക്കുന്നതിന് പര്യാപ്തമായ രേഖകൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം. എന്തു തന്നെയായാലും ഇക്കാര്യത്തിൽ ഇന്ന് വിധി വരുന്നു. വിധി അല്പസമയത്തിനുള്ളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിനിടയിലാണ് ഈ നിർണായകമായ സമയത്ത് തന്നെയാണ് മുഖ്യമന്ത്രി ഗൾഫിലേക്ക് പറന്നിരിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കുമെതിരെ ED ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഗൾഫിലേക്ക് പോയിരിക്കുന്നതും എന്നത് ഏറെ ദുരൂഹതയുണർത്തുന്ന കാര്യം തന്നെയാണ് എന്നാണ് നിയമവൃത്തങ്ങളും രാഷ്ട്രീയ വൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. വിജിലൻസ് കോടതിയുടെ വിധി വരുന്ന ദിവസം മുഖ്യമന്ത്രി സ്ഥലത്ത് ഇല്ലാതിരുന്നാൽ വിജിലൻസ് കോടതിയുടെ കണ്ടെത്തലുകൾ എന്തു തന്നെയായാലും അത് തുടരന്വേഷണത്തിന് വേണ്ടി വീണ വിജയനിലേക്കോ മുഖ്യമന്ത്രിയിലേക്കോ ഉള്ള ഒരു ഉത്തരവുണ്ടാവുകയാണെങ്കിൽ ഇനി ഏത് തരത്തിലാണ് നീതി നിർവഹണം നടപ്പാക്കുന്നതിന് അന്വേഷണ സംവിധാനങ്ങൾക്ക് തടസ്സമുണ്ടാകുക, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അന്വേഷണ സംവിധാനങ്ങൾ ഇനി പ്രവർത്തിക്കുക എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഈ നിർണായക ഘട്ടത്തിലുള്ള ഗൾഫ് യാത്ര ഏറെ ചോദ്യം ചെയ്യപ്പെടുന്ന വസ്തുത തന്നെയാണ്. വളരെ നിർണായകമായ ഒരവസരത്തിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഇന്ന് തിങ്കളാഴ്ച വെളുപ്പിന് ഗൾഫിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇന്നത്തെ മാതൃഭൂമി ദിനപത്രവും ഈ വാർത്ത വളരെ വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും വിജിലൻസ് കോടതിയുടെ വിധി വരുന്ന അവസരത്തിൽ തുടർ നടപടികൾ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.